ഇന്നത്തേത് ഞങ്ങൾ 4 പേരും കൂടി ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ള അതിമനോഹരമായ ഒരു ആറ്റിൽ പോയ വിശേഷമാണ് കേട്ടോ. ഞങ്ങളങ്ങനെ ഉച്ചയൂണൊക്കെ കഴിഞ്ഞ് അങ്ങനെ ഇരുന്നപ്പോൾ ഭയങ്കര ചൂട് സഹിക്കാൻ വയ്യ. അങ്ങനെ ബിബിയേട്ടൻ്റെ ഐഡിയയാണ്. ഞങ്ങൾ ഇതുവരെ കൊണ്ടുപോയിട്ടില്ല മൂന്നാമൂട് ആറ്റിൽ. അപ്പോൾ ഇന്ന് വാ ഞങ്ങൾ കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ട് ബിബിയേട്ടൻ ഞങ്ങളെ വിളിച്ചുകൊണ്ട് പോവുകയാണേ. അവിടെ ചെന്നപ്പോഴത്തേക്കും ഞങ്ങൾ ശരിക്കും ഞെട്ടി. ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് ഇത്രയും നല്ലൊരു സ്ഥലമുണ്ടെന്ന് ഞങ്ങൾക്ക് ഇതുവരെ അറിയില്ലായിരുന്നു കേട്ടോ. അവിടെ തൊട്ടടുത്തിൽ ആയിരവല്ലി ക്ഷേത്രമുണ്ട്. അവിടെ ചെല്ലുമ്പോഴത്തേക്കും ഞങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത്രയും കുളിക്കാനായിട്ടും കളിക്കാനായിട്ടൊക്കെ ഇറങ്ങാനായിട്ട് നല്ല കടവുണ്ടെന്നുള്ളതൊന്നും ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. അങ്ങനെ അച്ഛൻ മക്കളെയും കൊണ്ട് ആഴമില്ലാത്തൊരു സ്പോട്ടും തപ്പി ഇറങ്ങുന്നതാണേ. ആദ്യമൊക്കെ രണ്ടുപേർക്കും വെള്ളത്തിൽ ഇറങ്ങാനായിട്ട് ചെറിയൊരു പേടിയുള്ളതുപോലെ തോന്നി. പക്ഷെ പിന്നീട് അങ്ങോട്ട് 1.5 മണിക്കൂർ ഒന്നും പറയണ്ടായിരുന്നു. ആദ്യം ഇങ്ങനെ എല്ലാത്തിനെയും പിടിച്ചെടുത്ത് 2-3 ഫോട്ടോസൊക്കെ എടുപ്പിക്കാനായിട്ട് ട്രൈ ചെയ്തു. പക്ഷെ വാസുക്കുട്ടി ഒട്ടും ഇരുന്നില്ല. അവനങ്ങ് ഞങ്ങളുടെ കൈയൊക്കെ തട്ടി മാറ്റിയിട്ട് അവന് തന്നെ ഇറങ്ങണം എന്ന് ഭയങ്കര വാശിയായിരുന്നു. പിന്നെ ഞാൻ എങ്ങനെയൊക്കെയോ 1-2 ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ. ഈ ആറിൻ്റെ വീഡിയോ എനിക്ക് എത്ര എടുത്തിട്ട് മതിയാവുന്നില്ലായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ചുമ്മാ എടുത്തിങ്ങനെ അത് തന്നെ കാണിക്കുന്നത്. പിന്നെ ഞാനും വാസുക്കുട്ടി ആദ്യക്കുട്ടനും കൂടെ ചുമ്മാ കയറി ഇരുന്നിട്ട് ബിബിയേട്ടനെ കൊണ്ട് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുപ്പിച്ചിട്ട് പിന്നെ ഞങ്ങളെല്ലാവരും കൂടെ വെള്ളത്തിൽ കിടന്നൊരു മേളമായിരുന്നു. ഞങ്ങൾ ശരിക്കും എന്തെങ്കിലും സൺഡേയോ സാറ്റർഡേക്കോ വരുമ്പോഴത്തേക്ക് ബിബിയേട്ടൻ്റെ അടുത്ത് പറയും ലുലു മാളിൽ പോകാം, ബീച്ചിൽ പോകാം, അവിടെ പോയി ഇവിടെ പോകാമെന്നൊക്കെ പറയും. പക്ഷേ ബിബിയേട്ടന് ഇഷ്ടം ഇതുപോലത്തെ നാച്ചുറൽ ബ്യൂട്ടിയാണ് കേട്ടോ. എന്നിട്ട് പറയും ബിബിയേട്ട ഇതിൻ്റെ ഭംഗി അതിന് കിട്ടുമെന്നൊക്കെ ചോദിക്കും. പക്ഷേ ഇതുവരെ ബിബിയേട്ട ഞങ്ങളെ ഇവിടെ കൊണ്ടുവന്നിട്ടില്ല കേട്ടോ. ഞങ്ങൾ ചോദിച്ചപ്പോഴത്തേക്ക് പറഞ്ഞത് നിങ്ങൾക്കൊക്കെ വെള്ളം കാണുമ്പോഴത്തേക്ക് ഒരു വെപ്രാളമാണ്, അതുകൊണ്ടാണ് ഞാൻ കൊണ്ടുവരാത്തതെന്നാണ് പറഞ്ഞത്. അതൊരു സത്യമാണ്. ഞങ്ങളിന്ന് വെള്ളം കാണിക്കാൻ കൊള്ളത്തേയില്ല. ഞങ്ങളെല്ലാം വെള്ളം കണ്ടു കഴിഞ്ഞാൽ പിന്നെ അതിനകത്ത് നിന്ന് തിരിച്ച് കയറത്തുമില്ല, ഒന്നും അനുസരിക്കുകയില്ല. കണ്ടില്ലേ വെള്ളത്തിൽ കിടന്ന് ഞങ്ങളുടെ ഷോ കണ്ടില്ലേ നിങ്ങൾ എല്ലാവരും ഇങ്ങനെയല്ലേ ഗൈസ്? പിന്നെ ഞങ്ങൾ ഇത്രയും വഴക്ക് പറയുന്ന ബിബിയേൻ്റെ വീഡിയോ നോക്കിക്കോ. ഞങ്ങളെക്കാട്ടിലും അപ്പുറമാണ് പുള്ളി കേട്ടോ. ഞങ്ങളെപ്പോലെയല്ലേ ഞങ്ങളെ മക്കളും വരൂ. കണ്ടില്ലേ വാസുക്കുട്ടി കാണിക്കുന്നത്? ഞങ്ങൾ ഒരു പ്രാവശ്യം മുങ്ങി കാണിച്ചപ്പോഴത്തേക്ക് അവൻ അതുപോലെ മുങ്ങി കാണിക്കുകയാണ്. പിന്നെ നീന്താൻ നോക്കുന്നു, മുങ്ങുന്നു, ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യുന്നു. ആകെ ഒരു ബഹളം തന്നെ. ഞാൻ അതിനിടയ്ക്ക് 2-3 ഫോട്ടോസെങ്കിലും നല്ലത് കിട്ടാൻ വേണ്ടിയിട്ട് ഒരുപാട് വിളിച്ചു വാസുക്കുട്ടി. പക്ഷേ ഒന്നും ശ്രദ്ധിക്കുന്നില്ല. ആദ്യമായിട്ട് അച്ഛനും കൂടെ ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യുന്നു. പക്ഷേ വാസുക്കുട്ടി ഒന്നും ശ്രദ്ധിക്കുന്നേ ഇല്ല. ഞങ്ങളാണെങ്കിൽ പിള്ളേരെ കൊണ്ടുവന്നതുകൊണ്ട് ഒട്ടും മുങ്ങാൻ പോലും സ്പേസ് ഇല്ലാത്തൊരു സ്ഥലത്താണ് കേട്ടോ കയറിയിരുന്നത്. സത്യം പറഞ്ഞാൽ ആറ്റിലൊന്നും കൊണ്ടുപോയി പ്രോത്സാഹിപ്പിക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. പക്ഷേ ഭയങ്കര രസമായിരുന്നു കേട്ടോ. ഞാനിവിടെ കിടന്ന് ബഹളം വയ്ക്കുന്ന കാരണം ആദ്യം വാസുക്കുട്ടീൻ്റെ ചെവി പൊത്താനായിട്ട് ശ്രമിക്കുന്നതാണേ കാണുന്നത്. പക്ഷേ വാസുക്കുട്ടി അതൊന്നും സമ്മതിക്കാതെ ആദ്യക്കൂട്ടനെ അടിയൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ എന്തോ വെള്ളത്തിലായിരുന്നതുകൊണ്ടായിരിക്കും ആദ്യയുടെ വക തിരിച്ചൊന്നും കിട്ടിയില്ല. ഇല്ലായിരുന്നെങ്കിൽ ആദ്യമൊട്ടും മോശമൊന്നും അല്ല. ആദ്യക്കൂട്ടനെ തിരിച്ച് അടിയൊക്കെ കൊടുക്കും കേട്ടോ വാസുക്കുട്ടിക്ക്. അങ്ങനെ ഞാൻ കിടന്ന് ബഹളം വെച്ച് നിർബന്ധിച്ചതുകൊണ്ട് മാത്രം വാസുക്കുട്ടിയും ബിബിയേട്ടനും ആദ്യക്കൂട്ടനും കൂടെ പോസ്റ്റ് ചെയ്യുന്നതാണേ. അങ്ങനെ അവരുടെ വക അർമാദിക്കലൊക്കെ കഴിഞ്ഞിട്ട് ഞാനും വീണ്ടും ഇറങ്ങി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത്. അപ്പോഴത്തേക്ക് സമയം ഏതാണ്ട് ഒരു 5:45 ആയിട്ടുണ്ട്. ഞങ്ങളൊരു 4 മണി 4:15 തുടങ്ങി അർമാദിക്കലാണ്. ഞങ്ങളൊരു 5 മണി 6 മണി ആയപ്പോഴത്തേക്കും മതിയാക്കി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. ആ പാറയുടെ പുറത്തൊക്കെ കുറച്ച് സമയം ഇരുന്ന് റെസ്റ്റ് ചെയ്തു. ഡ്രസ്സൊക്കെ ഉണങ്ങി. ഇവർക്കൊക്കെ വേറെ ഡ്രസ്സൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനും കുറച്ച് സമയം അവിടെ കയറിയിരുന്നു. പിന്നെ ആദ്യമായിട്ടെൻ്റെ വക കുറച്ച് ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ കുറേ സമയം അവൻ അവിടെ ചുറ്റും വീഡിയോസൊക്കെ എടുത്ത് ഞങ്ങളുടെ വീഡിയോസൊക്കെ ഇങ്ങനെ എടുത്ത് ഞങ്ങളെല്ലാവരും കൂടെ പിന്നെ വീട്ടിലേക്ക് വന്നു. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ, സീ യു.